ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനം എന്തിനാണ് പ്രവാചകൻ അങ്ങനെ പറഞ്ഞത്? പണ്ഡിതന്മാര് പറയുന്നു, ലിയഅമലു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് അമൽ ചെയ്യാൻ വേണ്ടി, ബിമുഖ്തലാഹു, ഹദീസിന്റെ അടിസ്ഥാന തത്വം കൊണ്ട്. എന്താണ് അടിസ്ഥാന തത്വം? യുഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദാഇദ്, ആപൽഘട്ടങ്ങളിലും വിപത്തുണ്ടാകുന്ന സമയങ്ങളിലുമൊക്കെ അഭയം തേടാനുള്ള നേതാവ്. ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ അമൽ ചെയ്തോളണം എന്നാണ് ഭാരതന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നത്. മറ്റൊന്ന്, ഇനി ഞങ്ങളെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. വ്യവസ്ഥ പഠിക്കാത്തതിന്റെ പേരിൽ വല്ലാതെ തളർന്നു. എന്താ ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അവിടുത്തെ അസാന്നിധ്യത്തിൽ വല്ല സ്വഹാബത്തും റസൂലുള്ളാഹി തങ്ങളോട് സഹായം തേടിയിരുന്നോ? ഇപ്പൊ ഇരുന്ന് എഴുതാണ്ടോ ഇനി വ്യവസ്ഥ? ആ വിഷയത്തെ കുറിച്ച് ഇനി വ്യവസ്ഥ എഴുതാനുണ്ടോ? ഇപ്പൊ പറഞ്ഞതുമായിട്ട് വ്യവസ്ഥയിലുള്ള വിഷയം ചോദിക്കാൻ നിങ്ങളെ കിട്ടിയില്ലല്ലോ. ഇല്ലാത്തത് കൊണ്ടാണ് ആ നിലക്കുള്ള വ്യവസ്ഥ വന്നത്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ അതുകൊണ്ടാണ് ഞായറാഴ്ചയിലുള്ള സംവാദം അത് മാറിയ സമയത്ത് നിങ്ങളെ പിടികൂടിയത് അതിനു വേണ്ടിയാണ്. ഈ വ്യവസ്ഥ നിങ്ങളുടെ കുറിക്ക് കൊണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കഴുത്തിലാണ് ഇന്നത്തെ പിടുത്തമുണ്ടായിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുന്നിലിരിക്കുന്ന മുജാഹിദുകൾ അവർ നിഷ്പക്ഷമായി ചിന്തിക്കണം. ചിരിക്കാൻ കൊണ്ടുവന്ന മുന്നിലുള്ള മുജാഹിദുകൾ അവർ പരമാവധി ചിരിച്ചു കുഴങ്ങി ഇന്ന് വളരെ ക്ഷീണമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. CD കാണുമ്പോഴേക്ക് തളർന്ന് വീട് മരിക്കുമോ എന്ന സംശയത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, ചോദ്യം ആവർത്തിച്ചപ്പോൾ ചോദ്യം രണ്ടാമതായി, പിന്നെ ചോദ്യത്തിലേക്ക് രണ്ടാമതായി കിടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം പിന്നെ ആവർത്തിക്കാൻ മൂപ്പർക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ല സ്വഹാബിയും സഹായാർത്ഥന നടത്തിയിട്ടുണ്ടോ? അതും വ്യവസ്ഥക്ക് പുറത്താണെന്ന് പറഞ്ഞു. വ്യവസ്ഥ പഠിക്കാതെ അങ്ങനെ ഏതോ പഠിപ്പിച്ചു കൊടുത്തുകയാണ് അങ്ങനെ വന്നിക്കുക. എനിക്ക് തോന്നുന്നുണ്ട് ഹനീഫ മൗലവി ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുന്നുള്ളത്. കാരണം പഠിപ്പിച്ചു കൊടുത്താൽ എന്ന് നല്ലോണം ചൂടാണ് ദിവസപ്പേര്. കാരണം ആ ചോദ്യം ചങ്ങായിമാരങ്ങളെ കൊണ്ടാണ് ഇപ്പൊ ഈ അടങ്ങാറ് ഇമ്മുണ്ടായത്. ആ സീഡക്കഞ്ഞ് ഓരോരുത്തരും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തേക്കാരപ്പിന്റെ അവസ്ഥ. ഞാനാണെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയതാണ്. ആരെ കൂടെ? സക്കരിയ സ്വലാഹിന്റെ കൂടെ. അയാളെ കഥ പറയും വേണ്ട. അപ്പോ ഇന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കൊരു വിഷയം പറയണ്ട. ആ വല്യാപ്പ കൂടുതലില്ലാഞ്ഞതാണ് ഇപ്പൊ ഈ തകരാറ് ഇമ്മുണ്ടായത്. ആ വല്യാപ്പ കൂടുതലില്ലാത്തത് വലിയ പ്രശ്നമായി ഇതിന്റെ അവസരത്തിൽ. പിന്നെ പച്ചക്കള്ളം പറഞ്ഞു. സാധാരണ കളവ് പറഞ്ഞാല് ഇങ്ങനെ ഒരവസ്ഥ ഈ സംഭവത്തിൽ ഉണ്ടായതുപോലെ ഒരവസ്ഥ എവിടെ ഉണ്ടാവാറില്ല. അത് വിചാരിച്ചാണ് മൂപ്പര് പൊട്ടിച്ചത്. തങ്ങളാരും വെറുപ്പ് വിചാരിക്കണ്ട. നമ്മളത് തിരിച്ചൊന്നും ഇട്ടപ്പോ കള്ളിയാണ് പൊളിഞ്ഞ്. ഒരക്ഷരം മുണ്ടിയോ? ഒരക്ഷരം അതിനെ പറ്റി മുണ്ടിയോ? അത് തലാട്ടുമോ? അങ്ങനെ തലാട്ടണം. അപ്പോ ആ വിഷയം കളവ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ ഇസ്ലാഹ് മാസികയുണ്ട്. നിങ്ങളുടെ പഴയ കാലത്ത് ഞങ്ങൾ ഉദ്ധരിക്കല്ല. ഇസ്ലാഹ് മാസികയിൽ നിങ്ങളുടെ പഴയ കാലത്ത് തന്നെ നുണ പറയൽ മത്സരം നടത്തി എന്ന് നിങ്ങൾ എഴുതിയതാണല്ലോ. അതിന് എന്റെ അഭിപ്രായത്തിൽ റക്സോണ സോപ്പും അതിന്റെ പെട്ടിയും കിട്ടിയ ആളുകളിൽ ഒരാളായിരിക്കും മുപ്പരി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, ദീന് പറയാൻ ഇനി മേലാൽ നിങ്ങൾ ഇറങ്ങരുത്. ഞങ്ങളെ ഉസ്താദുമാരുണ്ട്, ഞങ്ങളെ പണ്ഡിതന്മാരുണ്ട്, ഞങ്ങളെ ഗുരുവര്യന്മാരുണ്ട്. നിങ്ങൾ കയറിൽ തൂങ്ങിയുള്ള മത്സരങ്ങളും, നിങ്ങൾ കച്ചമ്പടി ക്യാമ്പയിനുകളും, അതുപോലുള്ള നുണ പറയൽ മത്സരങ്ങളും, പ്രച്ഛന്ന വേഷങ്ങളും, മിമിക്രിയും നടത്തുക. നിങ്ങൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുക. കയറി